ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ബെഡ്റൂം സെറ്റ് ഒരുക്കുന്ന കസ്റ്റമേഴ്സും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമെന്താണ്? അതേപോലെ തന്നെ സ്റ്റൈലിഷും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുമുള്ള എല്ലാ ഫർണിച്ചറുകളും നമുക്ക് എങ്ങനെ ഒരുക്കാമെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. അതുപോലെ മറ്റു ചില കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്മാട് ഭാഗത്തുള്ള ഒരു കസ്റ്റമർ എന്നോട് ഒരു കാര്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഞാനൊരു ഫർണിച്ചറിന് വില ചോദിച്ചപ്പോൾ ഒരു വലിയ ഷോപ്പിൽ വില കൂടാൻ കാരണം? വേറൊന്നുമല്ല, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ബെഡ്റൂം സെറ്റോ മറ്റു ഫർണിച്ചറുകളോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ ലിവിങ് സോഫയോ ഒരുക്കുകയാണെങ്കിൽ അവർക്ക് ഫാക്ടറി ചിലപ്പോൾ ഉണ്ടാവില്ല, കൊളാബറേറ്റർ ആയിരിക്കും. പക്ഷേ അവരുടെ ഷോപ്പ് വലിയ ഷോപ്പും അതേപോലെ തന്നെ ഷോപ്പിന് വലിയ വാടകയും കുറേ പണിക്കാരും അതേപോലെ തന്നെ യഥേഷ്ടം കറണ്ട് ബില്ല്, AC ചാർജ്, അങ്ങനെ നിരവധി ചിലവുകളുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും 40% കൂടുതൽ എന്തായാലും എല്ലാ ഫർണിച്ചറിനും കൊടുക്കേണ്ടി വരും. പിന്നെ സാധാരണ രീതിയിൽ അവർ സീസൺ ആകുമ്പോഴോ മറ്റു സമയത്തോ അവരെന്താ ചെയ്യാറ് എന്ന് വെച്ചാൽ, പിന്നെ ഒരു ഫർണിച്ചർ 1-2 ഫർണിച്ചറോ സാധാരണ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ശ്രദ്ധിക്കപ്പെടുന്ന 1-2 ഫർണിച്ചറിന് ഒന്ന് വില കുറച്ച് കാണിച്ചിട്ട് അവ സാധാരണ ആളുകൾ വാങ്ങാൻ സാധ്യതയുള്ള ഫർണിച്ചറുകൾക്കും പ്രീമിയം ഫർണിച്ചറുകൾക്കും വലിയ വില ഈടാക്കി വിൽക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ വിറ്റാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ എതിർക്കേണ്ട ആവശ്യം